നമസ്കാരം, ഞാൻ സരിക പ്രേമാനൻ. സാർടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ 2025 ഗ്ലോബൽ ലെവലിൽ ടെക് കമ്പനികളിൽ ആഞ്ഞടിക്കുന്ന ഒരു റീസെന്റ് വേ ഓഫ് ലേ ഓഫ്സ് ഉണ്ട്. ആ പിരിച്ചുവിടലുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് ഇമ്പാക്ട്സ് എന്താണ്, ലോകത്തിന്റെ മുൻനിര റിസോഴ്സുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഫാക്ട്സ് ആൻഡ് നമ്പേഴ്സ് എന്നിവയുടെ അടിസ്ഥാനമാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ പിരിച്ചുവിടലുകൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ പിരിച്ചുവിടലിനൊരു ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ പിരിച്ചുവിടലുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ അപ്സ്കിൽ ചെയ്യേണ്ടതും റീസ്കിൽ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഷോർട്ട് ഫോം കോഴ്സുകൾ ഒത്തിരി നമ്മുടെ സാർടെക് ലാബ്സിന്റെ വെബ്സൈറ്റിലുണ്ട്, നമ്മുടെ എടെക് പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അതുപോലെ തന്നെ ലോങ് ഫോം കോഴ്സുകളും ഈ നവംബറിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ സാർടെക് ലാബ്സിന്റെ വെബ്സൈറ്റ്, നമ്മുടെ എടെക് പ്ലാറ്റ്ഫോം സന്ദർശിക്കുക. ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ നമ്മൾ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. കോഴ്സുകൾ നമ്മൾ മലയാളത്തിലാണ് കൊടുക്കുന്നത്. യൂറോപ്പ്, US, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാറ്റ്ഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ടെക് ക്രഞ്ച് അല്ലെങ്കിൽ layoffs.fyi പോലുള്ള ട്രാക്കറുകൾ അനുസരിച്ചിട്ട് ഈ 2025 ഇതിനകം വേൾഡ് വൈഡ് ആയിട്ട് 1,80,000-ലധികം ടെക് ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം 1,12,000-ലധികം US മാത്രമാണ്. ചില മാസങ്ങളിലെ കണക്കുകൾ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഫെബ്രുവരിയിലാണെങ്കിൽ ഏകദേശം 16,000 പിരിച്ചുവിടലുകൾ നടന്നു എന്നാണ് പറയുന്നത്. ഏപ്രിൽ അത് ഏകദേശം 24,500 കടന്നു. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ അവരുടെ ഏകദേശം 10% എംപ്ലോയീസിനെ, അതായത് ഏകദേശം 30,000 പേരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടു. നമ്മുടെ പഴയ UPS പോലുള്ള കമ്പനികൾ പോലും ഏകദേശം 48,000 പേരെ പിരിച്ചുവിട്ടു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ തന്നെ 34,000-ഓളം പേര് ഓപ്പറേഷണൽ ജീവനക്കാരും അതുപോലെ തന്നെ ഒരു 14,000-ഓളം പേര് മാനേജ്മെന്റ് റോളിലുള്ളവരുമാണ്. ഇനി മെറ്റ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ, ഇന്റൽ, നെസ്ലെ തുടങ്ങിയ ഭീമൻ ടെക് കമ്പനികളെല്ലാം കൂടെ കൂട്ടപ്പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം മെറ്റ തങ്ങളുടെ AI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഏകദേശം 600 പേരെ ഒഴിവാക്കി. ഇപ്പോൾ റോയിറ്റേഴ്സിന്റെ പ്രകാരം ഏകദേശം ഒക്ടോബറിൽ മാത്രം 1,72,000-ലധികം ജോലികൾ US നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് പാൻഡമിക് കാലത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ കണക്കാണ് ഈ പറയുന്നത്. ഈ പിരിച്ചുവിടലുകളുടെ ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആരെയാണ് പിരിച്ചുവിടുന്നത് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മൾ AI വരുമ്പോൾ എൻട്രി ലെവൽ ജോലികളിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും എൻട്രി ലെവൽ ജോലിക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് റോളുകൾ എന്നിവയിലും അത് വലുതായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗൂഗിൾ അവരുടെ AI ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട 100 കണക്കിന് കോൺട്രാക്ട് ജോലികൾ അവസാനിപ്പിച്ചു. മൈക്രോസോഫ്റ്റിന്റെ പിരിച്ചുവിടലുകൾ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമുകളിലാണ്. മൊത്തം ഏകദേശം 10,000 പേരെയാണ് അവർ ഒഴിവാക്കാൻ പദ്ധതി ഇടുന്നത്. സ്റ്റാർട്ടപ്പുകളും പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ലണ്ടനിലെ റോബിനെയായി അവരുടെ ടീമിന്റെ ഒരു 33% പേരുടെയും, അതുപോലെ എഡ്യൂടെക് കമ്പനി ആയിട്ടുള്ള ചെഗ് അവരുടെ കൺസ്യൂമേഴ്സിന്റെ കുറവ് കാരണം അവരുടെ ജീവനക്കാരിൽ ഏകദേശം 45% പേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ കാര്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുൻപ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇതിന് ഇങ്ങനെ ഒരൊറ്റ കാരണം മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, AI ഡ്രിവൻ റീസ്ട്രക്ചറിങ് നടക്കുന്നതാണ്. ഇപ്പോൾ കമ്പനികൾ AI അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നിലവിലുള്ള റോളുകൾക്ക് പകരമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതോടൊപ്പം AIയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ജോലികൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോവുകയും ചെയ്യാൻ പാടില്ല. എന്തായാലും AI ഡ്രിവൻ റീസ്ട്രക്ചറിങ് അതിൻ്റെ ഒരു വലിയൊരു കാരണമാണ് ഇപ്പോൾ ഉള്ള ഈ ലേ ഓഫ്സ് നടക്കാൻ വേണ്ടിയിട്ട്. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ആ പാൻഡമിക് സമയത്ത് നടത്തിയ ഓവർ ഹയറിംഗ് ആണ്. അപ്പോൾ അതായത് അമിത നിയമനം നടന്നു ആ സമയത്ത്. അപ്പോൾ റിമോട്ട് വർക്കിനുള്ള ആവശ്യം അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് കരുതിയിട്ട് ബിഗ് ടെക് കമ്പനികൾ ധാരാളം എംപ്ലോയീസിനെ എടുത്തു. എന്നാൽ ആ ഒരു പ്രവചനങ്ങൾ ഫലിച്ചില്ല. ആവശ്യത്തിലും അധികം ആളുകളെ എടുത്തു. അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലേ ഓഫ്സ് കൂടാൻ ഒരു കാരണം. പിന്നെ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധികളാണ്. ഇപ്പോൾ സ്ലോ കൺസ്യൂമർ ഗ്രോത്ത്, അതായത് ഉപഭോക്തൃ വളർച്ചയിലുള്ള കുറവ്, ഇപ്പോൾ പലിശ നിരക്കിലെ വർധനവ്, ഇൻഫ്ലേഷൻ, ഇവയൊക്കെ കാരണം കമ്പനികൾ അവരുടെ ബഡ്ജറ്റുകൾ വെട്ടിക്കുറയ്ക്കാനും അതുപോലെ പ്രോഫിറ്റബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഗ്ലോബൽ ചലഞ്ചസ്, അതായത് ഇപ്പോൾ താരിഫുകളും ഓഹരി വിലകളിലെ ഇടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലെ പിരിച്ചുവിടലുകളെ പറ്റി ഒന്ന് നോക്കാം. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ചീപ്പറായിട്ട് ലേബർ ഫോഴ്സ് കിട്ടും എന്നുള്ളത് കൊണ്ട് മിക്ക ബിഗ് ടെക് കമ്പനികളും ഇന്ത്യയിൽ നല്ലൊരു ലേബർ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ആഗോളതലത്തിൽ എന്ന പോലെ തന്നെ ഇന്ത്യയിലും പിരിച്ചുവിടലുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു വേവ് ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ഏകദേശം 50,000-ലധികം ടെക് പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി പ്രശസ്തമല്ലാത്തതും എന്നാൽ നമ്മുടെ പ്രകടനത്തിന്റെ പേരിലോ രാജിക്ക് നിർബന്ധിച്ചോ ഒക്കെയുള്ള സൈലന്റ് ലേ ഓഫുകളും നമുക്കിവിടെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ TCS, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, HCL ഒക്കെ പോലുള്ള കമ്പനികൾ ജീവനക്കാരെ കുറച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ TCS മാത്രം ഏകദേശം 12,000-ലധികം ജോലികൾ വെട്ടിക്കുറച്ചു. അതായത് അത് അവരുടെ വർക്ക് ഫോഴ്സിന്റെ 2% ആണ് കുറച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അവരൊരു AI ഫസ്റ്റ് മോഡലിനായിട്ട് റീസ്ട്രക്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, ഏകദേശം 11,000-ലധികം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ 2025 അടച്ചുപൂട്ടിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ 4,500-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ടെക് സ്റ്റാർട്ടപ്പ് പിരിച്ചുവിടലുകളുടെ കാര്യത്തിൽ ഇന്ത്യ US ശേഷം ലോകത്ത് 2ാമതാണ്. ഈ കണക്കുകളൊന്നും നമ്മൾ നോക്കാതെ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആമസോണിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ ആമസോൺ ഇന്ത്യ അവരുടെ ഗ്ലോബൽ AI ഡ്രിവൺ റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് ഫിനാൻസ്, HR, ടെക് വിഭാഗങ്ങളിലായിട്ട് ഏകദേശം 800 മുതൽ 1000 വരെ കോർപ്പറേറ്റ് ജോലികൾ കുറയ്ക്കാൻ ഒരുങ്ങുന്നു എന്ന് നമ്മൾ ന്യൂസ് കണ്ടു. അപ്പോൾ ഇനി ഇതിന്റെ കാരണങ്ങളും പ്രവണതകളും ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാം. കുറച്ചുകൂടി ഇന്ത്യ ഡ്രിവൺ ആയിട്ടും കൂടെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ ഓട്ടോമേഷനും AI ഡ്രിവൺ റീസ്ട്രക്ചറിങ്ങും ഒക്കെ കാരണം ചില റോളുകൾ, പ്രത്യേകിച്ച് ക്വാളിറ്റി അഷ്യൂറൻസ്, മാനുവൽ ടെസ്റ്റിംഗ് തുടങ്ങിയ ജോലികളൊക്കെ അനാവശ്യമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അന്താരാഷ്ട്ര ക്ലയന്റുകൾ ബഡ്ജറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനാൽ പ്രോഫിറ്റബിലിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയിലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനികൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾക്കായിട്ട് ഉള്ള ആളുകളെയാണ് നോക്കുന്നത്. അതിന് പുതിയ ആളുകളെ എടുക്കുന്നതിന് പകരം നിലവിലുള്ളവരെ ഒരു റീസ്കില്ലിംഗ്, റീട്രെയിനിങ് അല്ലെങ്കിൽ അപ് സ്കില്ലിങ്ങിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. അതിന് ഉപയോഗപ്രദമായ എംപ്ലോയീസിനെയാണ് അവർ നിലനിർത്തുന്നത്. അതിന് പറ്റുന്നില്ല എന്ന് തോന്നുന്നവരെ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാൻ കാരണം, മിഡിൽ മാനേജറിയലിന് മുകളിലുള്ള ഒരു 20-25 വർഷമായി സെയിം ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടുന്ന കാര്യം കൂടി വരുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, റീസ്കിൽ ഓർ അപ്സ്കിൽ ചെയ്യാൻ കഴിയാത്ത വർക്ക് ഫോഴ്സിനെ അവർ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഒരു കൺസ്യൂമർ എക്കണോമിനെ നോക്കുമ്പോൾ ഈ ലേ ഓഫ്സ് എല്ലാം തന്നെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ തുടങ്ങിയ സിറ്റീസിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ലോക്കൽ സമ്പദ് വ്യവസ്ഥയിൽ അതിൻ്റെ പ്രകമ്പനം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനൊരു നല്ല വശം ഉണ്ടോ എന്നും ചിന്തിക്കുന്നവരുണ്ട്. ഇതൊരു വെറും മോശം വാർത്തയാണോ എന്ന് ആലോചിക്കുന്നവരുമുണ്ട്. അവരോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. ഇതൊരു മോശം വാർത്ത എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴും ഇപ്പൊ ടെക് കമ്പനികൾ AI, ഓട്ടോമേഷൻ, ക്ലൗഡ് സർവീസ് റോളുകളിലേക്ക് കൂടുതൽ ആളുകളെ നിയമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ IT മേഖല ഇപ്പോഴും വളരുന്നുണ്ട്. 2025 8.4% വളർച്ചയാണ് ഇന്ത്യയുടെ IT മേഖലയ്ക്ക് കാണിക്കുന്നത്. അതായത് അതുപോലെ തന്നെ നിക്ഷേപങ്ങളും ഇൻവെസ്റ്റ്മെന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കൺസ്യൂമർ ഹാബിറ്റ്സും ഇപ്പോൾ ബിസിനസ് പ്രയോറിറ്റീസും ഒക്കെ മാറുമ്പോൾ പുതിയ തൊഴിലുകൾ അല്ലെങ്കിൽ പുതിയ തൊഴിൽ വിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് പഴയ സ്ഥലങ്ങളിലോ പഴയ കഴിവുകൾക്കോ ആകണം എന്നില്ല, പുതിയ തരത്തിലായിരിക്കാം വരുന്നത്. ഇപ്പൊ നിങ്ങൾ ടെക്കിൽ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് AI, ഓട്ടോമേഷൻ, ക്ലൗഡ് ടെക്നോളജി എന്നിവയിലേക്ക് മാറ്റുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരോട് പോലും ഈ വളരുന്ന മേഖലകളിലെ ജോബ്സിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനാണ് മെറ്റ, ഗൂഗിൾ പോലുള്ള കമ്പനികളും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ builtin.com പറയുന്നത്, ഇന്നത്തെ പിരിച്ചുവിടലുകൾ ഒരു തകർച്ചയുടെ സൂചനയല്ല, മറിച്ച് ടെക്നോളജി അടിസ്ഥാനപരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് എന്നാണ്. അപ്പോൾ അതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറുകൾ വന്നപ്പോഴും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, ഇത് നാശത്തിലേക്കാണെന്ന് പറയുന്നു. പക്ഷെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ റിക്കവർ ആയിട്ട് വന്നു. അതുപോലെ തന്നെയാണ് AI.
AI കാരണം ഇപ്പോൾ ജോലികൾ നഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ജോലികൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. അപ്പം നമ്മളെ അപ്സ്കിൽ ചെയ്യുക, റീസ്കിൽ ചെയ്യുക, പുതിയ ടെക്നോളജി പഠിക്കുക. AI നമ്മൾ റീപ്ലേസ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള തരത്തിലേക്കുള്ള ജോലികളിലേക്ക് നമ്മൾ മാറുക, നമ്മളുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുക. ഇതാണ് എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീസ്കില്ലിങ്ങിനും അപ്സ്കില്ലിങ്ങിനുമായിട്ട് സാർടെക് ലാബ്സിൻ്റെ എഡ്ടെക് പ്ലാറ്റ്ഫോമിലെ കോഴ്സുകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ചെറിയ തുകയ്ക്കാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പിരിച്ചുവിടലുകൾ നിങ്ങളെയോ അതോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതും കൂടെ പങ്കുവയ്ക്കുക. ഇതുമായി സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് വായിക്കുമ്പോൾ അതൊരു സഹായമായിരിക്കും. അപ്പോൾ നിലവിലുള്ള ഈ പിരിച്ചുവിടലുകളുടെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വഴി സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ AI-യുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ സാർടെക് ലാബ്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.